ഇപ്പൊ ഈ ആഘോഷങ്ങളുടെ വിഷയം പറയുമ്പോൾ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും മനോഹരമായ ഒരു സുന്നത്താണല്ലോ നമ്മൾ പലപ്പോഴും പറയുന്ന നിക്കാഹ്. നിക്കാഹിൽ എന്താ സംഭവിക്കണത്? ഇന്നത്തെ നിക്കാഹും ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധാണ് നമുക്ക് പറയാനുള്ളത്? ആ നിക്കാഹ് നടക്കുന്ന സമയത്ത് ഉസ്താദുമാര് വരും, തങ്ങന്മാര് വരും, പലരെയും കൊണ്ടുവരും, നമ്മൾ അവിടെ ഒരു ദുആ മജ്ലിസ് നടത്തും. അത് കഴിഞ്ഞിട്ട് ആ നിക്കാഹ് എന്നത് ഇസ്ലാമുമായി ബന്ധപ്പെടുത്താൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ ഒരു സംഗതി ആ വീട്ടിൽ നടക്കുന്നുണ്ടോ? അപ്പൊ ആഘോഷമൊന്നും വേണ്ട, ആഘോഷങ്ങൾ വേണം, പരിധി വിടാതെ ആഘോഷിക്കണം. പാട്ട് പാടണം, നല്ല പാട്ടുകൾ പാടാം. ഇപ്പൊ സ്വഹീഹായ ഹദീസിൽ കാണാം, അന്നഹു ഖുരിഅ ഇൻദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ വ ഉൻശിദ ശിഅറുൻ. റസൂലുള്ളാഹിന്റെ സദസ്സിൽ കുറച്ചു നേരം ഖുർആൻ ഓത്, കുറച്ചു നേരം പാട്ടുപാടുക. ഇങ്ങനെ കുറച്ചു നേരം ഖുർആൻ ഓതും, കുറച്ചു നേരം പാട്ടുപാടും. അപ്പൊ ഒരു സ്വഹാബിക്ക് ഇത് കണ്ടിട്ട് സഹിച്ചില്ല, ചോദിച്ചു, ഖീല യാ റസൂലല്ലാഹ് ഖുർആനുൻ വ ശിഅറുൻ ഫീ മജ്ലിസിക്, അങ്ങയുടെ മജ്ലിസിൽ ഖുർആനും പാട്ടും എല്ലാം കൂടെ ഒരുമിച്ചോ നബിയെ? ഞാൻ എന്റെ അടുത്ത് തന്നെ ഇവിടെ ഖുർആനും വേണം, പാട്ടും വേണം. ഏത് പാട്ട്? നല്ല പാട്ടുകൾ, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിപ്പിക്കുന്ന പാട്ടുകൾ, മാന്യതയുടെ പാട്ടുകൾ, ധാർമ്മിക മൂല്യമുള്ള പാട്ടുകൾ. ഈ സംഗതികൾ വേണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നല്ല ചിന്തയിലേക്ക് നയിക്കുന്ന പാട്ടുകൾ പോലും അവിടെ പറ്റുന്ന. പക്ഷേ ഇന്ന് അങ്ങനെയാണോ സംഗതി? എന്തിനേറെ ദഫ്മുട്ടൽ വരെ ഉണ്ടായിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലെ കല്യാണത്തില്, അലിയാരുടെയും ഫാത്തിമയുടെയും കല്യാണത്തില് കുട്ടികൾ ദഫ് മുട്ടിയിരുന്നു. ദഫ് മുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആടലും ഉണ്ട് അല്ലേ? അപ്പൊ ചെറിയ ആട്ടം പോലും ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടെന്നാണ്. ഞാൻ നിങ്ങൾക്ക് സ്വഹീഹായ ഒരു ഹദീസ് പറഞ്ഞു തരട്ടെ. സത്യം പറഞ്ഞാൽ ആ ഹദീസ് പറയാൻ എനിക്ക് പേടിയുണ്ട്. അത് ഏതർത്ഥത്തിൽ നിങ്ങൾ എടുക്കും ആ വാക്കിനെന്ന് എനിക്കറിയാൻ പാടില്ല. ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ 12540 ഹദീസായി ഉദ്ധരിക്കുന്നുണ്ട്. സ്വഹീഹായ ഹദീസാണ്. അബിസീനയിൽ നിന്ന് കുറച്ച് ആളുകൾ റസൂലുള്ളാഹിനെ കാണാൻ വന്നു. ഹബിശക്കാരൻ അബിസീനയിൽ നിന്ന് വന്നു. അവര് റഖസ് നടത്തി. റഖസ് എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ മലയാള അർത്ഥം നൃത്തം എന്നാണ്. റസൂലുള്ളാഹിന്റെ മുമ്പിൽ നൃത്തം ചെയ്തു എന്നാണ്, ഡാൻസ് കളിച്ചു. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡാൻസ് അല്ല അത്. അവര് പാട്ടുപാടിയിട്ട് ചില ആട്ടങ്ങളും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കലാരൂപം റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിച്ചു. ഏത്? മദീന പള്ളിയിലാട്ടോ, പുറത്തൊന്നുമല്ല, പള്ളിയുടെ അകത്ത്. അവരിങ്ങനെ ഒരു പാട്ടും ഒരു ആട്ടവും ഒക്കെ ആയിട്ട് അവരിങ്ങനെ തുടങ്ങി. റഖസ് എന്നാണ് പറയാ. അതിൽ നിന്നാണ് നമുക്ക് സൂഫികളായ മഹാന്മാരൊക്കെ ദിക്ർ ചൊല്ലുമ്പോൾ, ബൈത്തുകൾ ചൊല്ലുമ്പോൾ ഉള്ള ആട്ടം അത് സുന്നത്താണെന്ന് സ്ഥാപിക്കാൻ ഈ ഹദീസുകളാണ് പലപ്പോഴും നമ്മൾ തെളിവുകളായിട്ട് ഉദ്ധരിക്കാറുള്ളത്. അപ്പൊ ഈ ഹദീസ് ഇതിലെന്താ പറയുന്നത്? യർഖസൂൻ, അവരിങ്ങനെ റഖസ് നടത്തി. അപ്പോ അവരിങ്ങനെ പാടുന്നുണ്ട്, അവരുടെ ഭാഷയിലാണ്. റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, എന്നാ യഖൂലൂൻ, എന്താ അവർ ഈ പറയുന്നത്? അവര് പറയുന്നത് മുഹമ്മദുൻ അബ്ദുൻ സാലിഹ്, റസൂലുള്ളാഹി ഏറ്റവും നല്ല അടിമയാണ്. റസൂലുള്ളാഹി ഇങ്ങനെ പുകഴ്ത്തിയിട്ട് അവരിങ്ങനെ പാട്ടുപാടി അവരിങ്ങനെ ആടുകയാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളോട് മറുപടി പറയാൻ. അപ്പൊ റഖസ് പോലും ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ ആ റഖസും ഇന്ന് കല്യാണ വീട്ടിൽ കാണുന്ന തുള്ളലും ഒന്നല്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കരുത്. അള്ളാഹിനെ കുറിച്ച് ചിന്തിപ്പിക്കുന്ന വരികൾ, അത് ചിലപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളാകാം, നല്ല നല്ല ഗാനങ്ങളാകാം, സദാചാര മൂല്യമുള്ള ഗാനങ്ങളാകാം. ഇതൊക്കെ പാടുമ്പോഴും ആ പാട്ടിനോടൊപ്പം വരുന്ന ചെറിയ ആട്ടം പോലും ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനേറെ ഈ ഹബിശക്കാരുടെ ഈ പറയുന്ന ഈ നൃത്തവും അതുപോലെ തന്നെ അവരുടെ ആയുധ കളരിയും കാണാനായിട്ട് ആയിഷാ ബീവിയെ തോളിലിരുത്തിയിട്ട് കൊണ്ടുപോയിരുന്നു സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരം ചില ചലനങ്ങളെ പോലും ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാ തുഹ്ഫയിൽ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസ് ഉണ്ട്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, കല്യാണം നിങ്ങൾ ജനങ്ങളിലേക്ക് അറിയിക്കണം. അത് രഹസ്യമായിട്ട് നടത്തേണ്ട സംഗതിയല്ല. ഐലിനുൻ നിക്കാഹ്, നിങ്ങൾ കല്യാണം ജനങ്ങളിലേക്ക് അറിയിക്കണം. എന്നിട്ട് വദ്രിബൂഹു ബിദ്ദുഫ്, ആ കല്യാണത്തിൽ നിങ്ങൾ ദഫ് മുട്ടണേ. സയ്യിദുനാ റസൂലുള്ളാഹി, നിങ്ങൾ ദഫ് മുട്ട, ഇത് സുന്നത്തു റസൂലില്ല. നിങ്ങൾ ദഫും വദ്രിബൂഹു ബിദ്ദുഫ്, റസൂലുള്ളാഹിന്റെ ഹദീസാണത്. നിങ്ങൾ ദഫ് മുട്ടൽ പോലും സുന്നത്താണെന്ന് പഠിപ്പിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ദഫ് മുട്ടുന്ന കല്യാണം എവിടെയുള്ളത്? ഇന്ന് നല്ല പാട്ടുകളുള്ള കല്യാണം എവിടെയുള്ളത്? ഇന്ന് കല്യാണവും ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധം? ഒരു പ്രഭാഷണം വെക്കാൻ പറ്റൂലേ നമുക്ക്? അത്രമേൽ ഇസ്ലാമിൽ നിന്ന് പിടുത്തം വിട്ടുപോയില്ലേ കല്യാണം? അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ആ പറയേണ്ട കാലമൊക്കെ കഴിഞ്ഞു പോയില്ലേ ഇന്ന്? എന്തെല്ലാം തോന്നിയവാസങ്ങൾ. ഇന്ന് അത്യാവശ്യം സാമ്പത്തികമൊക്കെ കയ്യിലുള്ള ഒരു വാപ്പ, ആ വാപ്പാക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വസ്ത്രം ധരിക്കാൻ പറ്റുമോ?
സ്വന്തം ഇഷ്ടപ്രകാരം ഒന്ന് ചിരിക്കാൻ പറ്റുമോ? സ്വന്തം ഇഷ്ടപ്രകാരം ഒന്ന് ആ കുഞ്ഞിനോടൊപ്പം സ്വന്തം മോളുടെ അടുക്കൽ പോയി ഒന്ന് ഇരിക്കാൻ പറ്റുമോ? സ്വന്തം ഇഷ്ടപ്രകാരം നാട്ടുകാരോട് പോയി കൈ കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. അത് വാപ്പ തന്നെ പൈസ കൊടുത്ത് ഏൽപ്പിച്ചിട്ടുള്ള ഇവന്റ് മാനേജ്മെന്റുകാരൻ പറയുന്നത് പോലെ ഒരു അടിമയായി നിന്ന് അനുസരിക്കേണ്ടി വരുന്ന ഒരു വാപ്പാടെ അവസ്ഥ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഭാര്യയുടെ മുമ്പിൽ അയാൾ പഴഞ്ചനാണ്, മകരുടെ മുമ്പിൽ അയാൾ പഴഞ്ചനാണ്, നാട്ടുകാരുടെ മുമ്പിൽ അയാൾ കൊള്ളില്ലാത്തവനാണ്. വെറും ഷണ്ഠനായി നിൽക്കേണ്ടി വരുന്ന ബാപ്പമാർ, ഷണ്ഠന്മാരായി പോയി. ഇതിനേക്കാൾ നല്ലൊരു വാക്ക് അതിനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വെറും ഷണ്ഠീകരിക്കപ്പെട്ട ഷണ്ഠന്മാരായ ബാപ്പമാര് നടത്തുന്ന കല്യാണങ്ങളാണ് ഇന്ന് മുസൽമാന്റെ വീടുകളിൽ നടക്കുന്നത്, മുസൽമാന്റെ ഓഡിറ്റോറിയങ്ങളിൽ നടക്കുന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ പള്ളിയുടെ ഈ ഹാളിൽ എന്തുകൊണ്ട് കല്യാണം നടക്കുന്നില്ല? എന്തുകൊണ്ട് നടക്കുന്നില്ല? നിങ്ങൾ പറഞ്ഞേ, എന്തുകൊണ്ട് നമ്മൾ കല്യാണം നടത്താത്തത്? പള്ളിയുടെ അടുത്തൊക്കെ ഇപ്പൊ എങ്ങനെയാ നടത്തണതെന്നാണ്. പള്ളിയുടെ അകത്ത് വെച്ച് നടത്തേണ്ട സംഗതിയാണ് ഏത്? കല്യാണം. പള്ളിയുടെ അടുത്ത് നമുക്ക് നടത്താൻ പറ്റണില്ലെങ്കിൽ അത്ര ദുർഗന്ധം വമിക്കണ സംഗതിയാണ് നമ്മുടെ കല്യാണങ്ങൾ എന്ന് തിരിച്ചറിയാതെ പോയിട്ടില്ല നമ്മൾ. അത്ര വൃത്തികെട്ട ഗന്ധമാണ് ആ കല്യാണ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടല്ലേ നമുക്ക് പള്ളിയുടെ അടുത്ത് വെച്ച് നടത്താൻ പറ്റാത്തത് അല്ലേ? ഇനിയിപ്പോ ഒരാൾ പറയണേ ഇതിപ്പോ ചെറിയ ഹോളാണ്, ഇത്തിരി വലിയ ഹോള് വേണം, കൂടുതൽ ആളുണ്ട്, അതൊക്കെയാണ് പറയണമെങ്കിൽ കേൾക്കാൻ രസമുണ്ട്. ഇതൊന്നുമല്ല. പള്ളിയുടെ അടുത്ത് ഇപ്പൊ എങ്ങനെയാ കല്യാണം? പള്ളിയുടെ ഉള്ളിൽ വെച്ച് നടത്താൻ പറ്റുന്ന സംഗതിയാണ് കല്യാണം. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രമേൽ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഭക്ഷണം കൊടുക്കണം, ആളുകളെ ക്ഷണിക്കണം. ഇനി വേണ്ട, കല്യാണത്തിന് മുൻപ് ഒരു സ്വഹാബി വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയാൻ, നബിയെ, നാളെ എൻ്റെ മകളുടെ കല്യാണ നിശ്ചയമാണ്. കല്യാണ നിശ്ചയം എന്തിനാണ് സംഗതി? കല്യാണ നിശ്ചയമൊക്കെ എന്തിനാ കല്യാണ നിശ്ചയം? എന്താ അതിൽ നടക്കേണ്ടത്? പണ്ട് കാലത്ത് രണ്ട് കൂട്ടരുടെയും കാരണവന്മാരിരുന്നിട്ട് ഇന്നാലിന്റെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യും. ഇന്ന് അതാണോ കല്യാണ നിശ്ചയം? ഇന്ന് ഐഫോൺ മസ്റ്റാ അല്ലേ? ഐഫോൺ ഇല്ലാത്ത ഒരു എൻഗേജ്മെന്റ് ഉണ്ടോ? ഇനി തീരെ പാവപ്പെട്ടവനാണെങ്കിൽ അവൻ എങ്ങനെയും കടം മേടിച്ചിട്ടാണെങ്കിൽ 50,000 ഒരു സ്മാർട്ട് ഫോണെങ്കിലും മേടിച്ചു കൊടുത്തില്ലെങ്കിൽ എൻഗേജ്മെന്റ് ആവൂല. എന്തിനാ ഫോൺ കൊടുക്കണത്? അത് പിള്ളേർക്ക് വർത്താനം പറയും. ഏത് പിള്ളേര്? കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ ഈ പിള്ളേരുടെ? ഈ അന്യനായ സ്ത്രീക്കും പുരുഷനും സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോൺ കൊടുക്കുമ്പോ അത് കണ്ട് ചിരിച്ചു നിന്ന് കൈകൊട്ടുന്ന ഒരു ബാപ്പയുടെ അവസ്ഥ, ഉമ്മയുടെ അവസ്ഥ. ഞാൻ ഈ അടുത്തൊരു ബാപ്പാനോട് ചോദിച്ചു, എന്തിനങ്ങനെ ചെയ്തത്? അത് വേണ്ടായിരുന്നല്ലോ. ഉസ്താദൊക്കെ ഏത് ലോകത്താണ്? പിള്ളേര് വർത്താനം പറയട്ടെ, കൂടുതൽ അറിയട്ടെ. ഞാൻ പറഞ്ഞപ്പോ ഫോണിൽ ഒതുക്കണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് നേരെ അങ്ങോട്ട് പറഞ്ഞയച്ചേക്കായിരുന്നില്ലേ? പിള്ളേര് കൂടുതൽ അറിഞ്ഞോട്ടെ. ഫോണിൽ അല്ല, കൂടുതൽ അറിയാനാണെങ്കിൽ ഫോണിൽ ഒതുക്കണ്ടല്ലോ, ഇച്ചിരി കൂടെ നന്നായിട്ട് അറിയട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി, ഒരു അന്യ ആണും ഒരു അന്യ പെണ്ണും തനിച്ചാകുന്ന ഘട്ടത്തിൽ മൂന്നാമനായി ശൈത്താൻ ഉണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇന്ന് ഒരുമിച്ചാകാനായിട്ട് അടുത്തൊരു റൂം തന്നെ വേണമെന്നൊന്നുമില്ല. അത് ത്രൂ ഫോണിലൂടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും അങ്ങനെ ഒരുമിച്ചാകുന്ന ഘട്ടത്തിൽ നിങ്ങളുടെ മകളാണ്, നിങ്ങളുടെ മകനാണ്, സംഗതിയൊക്കെ ശരി തന്നെ. പക്ഷെ പ്രായപൂർത്തി എത്തിയ കുട്ടികളാണ്, അന്യനായൊരു പെണ്ണാണ്, അന്യനായൊരു പുരുഷനാണ്, അന്യനായൊരു പെണ്ണാണ്. അവരെന്തൊക്കെയാ സംസാരിക്കാന്ന് നിങ്ങളുടെ ബുദ്ധിയിൽ തെളിയുന്നില്ലേ? ഇത്തിരി 10 പുത്തൻ കയ്യിലേക്ക് വരുമ്പോ എന്റെ സ്റ്റാറ്റസ് അങ്ങനെയാണ്, ഞാൻ ഇത്തിരി മോശമല്ലാത്ത ആളാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പേക്കൂത്തുകളിൽ തകർന്നു പോകുന്നത് മൂല്യമുള്ളൊരു ജീവിതമാണെന്ന് പറയാതെ വയ്യ. എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പേക്കൂത്തുകളുടെ ഉത്തരങ്ങാണ്. അതുപോലെ തന്നെ കുറെ കൊട്ടയില് പിരമിഡ് പോലെ ഇങ്ങനെ മിഠായികളൊക്കെ വെച്ചുകൊണ്ട് വരിക. ഇതൊക്കെ എന്നുണ്ടായത്? ഇതും എൻഗേജ്മെന്റുമായിട്ട് നിശ്ചയവുമായിട്ട് എന്ത് ബന്ധം? ഇതൊക്കെ ആരുണ്ടാക്കി? ഏതൊക്കെയോ ആളുകൾ കച്ചവട താല്പര്യങ്ങളുടെ പേരിൽ ഉണ്ടാക്കിയെടുത്ത സംഗതികൾ നമ്മൾ അപ്പാടെ വിഴുങ്ങേണ്ടി വരുന്ന നാണം കെട്ട ഉമ്മത്തിന്റെ അവസ്ഥയല്ലേ സഹോദര ഇത്? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി ഇങ്ങനെ ഹദീസ് പറഞ്ഞതിന്റെ ഗൗരവം നബിതങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയാ, യാ റസൂലല്ലാഹ്, എന്റെ മോളുടെ വിവാഹ നിശ്ചയാണ് നാളെ, അങ്ങും സ്വഹാബത്തും വരണം, ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിക്കാൻ നബിയെ. ഹബീബായ തങ്ങൾ പറഞ്ഞു, ഹൈറുൻ, നല്ല കാര്യം, ഞങ്ങൾ വരും, നല്ല കാര്യം. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ സ്വാലിഹീങ്ങളൊക്കെ വിളിച്ച് ഭക്ഷണം കൊടുക്കൽ നല്ല കാര്യമാണ്. നബി തങ്ങൾ വന്നു, ഭക്ഷണം കഴിച്ചു, തിരിച്ചു പോന്നു. മൂപ്പർക്ക് ഭയങ്കര സന്തോഷമായി. അന്ന് തന്നെ വരികയാണ്, യാ റസൂലല്ലാഹ്, എന്റെ മകളുടെ വിവാഹ നിശ്ചയത്തിന് ഒരു ദിവസം കൂടെ ഫുഡ് കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, നാളെയും വരണം നബിയെ. അവിടുത്തെ മുഖമങ്ങ് മാറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, പോകുന്നവർക്ക് പോകാം, അല്ലാത്തവർക്ക് ഇവിടെ ഇരിക്കാം. അപ്പൊ വേണ്ടവര് പോയാൽ മതി, അല്ലാത്തവര് പോകണ്ട. എന്നിട്ടോ സ്വഹാബിക്ക് അത്ര അങ്ങോട്ട് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. മൂപ്പര് പോയി ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അന്ന് തന്നെ വീണ്ടും വന്നു, നബിയെ, മോളുടെ എൻഗേജ്മെന്റ് അല്ലേ, സന്തോഷം കൊണ്ടാണ്, നാളെയും കൂടെ ഭക്ഷണം കൊടുക്കണമെന്നുണ്ട്, അങ്ങ് വരുമോ നബിയെ? ലോകമാന്യതയാണത്, ലോകമാന്യതയാണത്.
ഒരു നന്മയും അതിലില്ല. ഇവിടെ നിർത്തിക്കൊള്ളണം. സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ് 3 ദിവസം ഭക്ഷണമേ കൊടുത്തിട്ടുള്ളൂ, വേറൊന്നും നടന്നിട്ടില്ല അവിടെ. അങ്ങനെയാണെങ്കിൽ മുത്തുനബി എങ്ങാനും നമ്മുടെ ഇന്നത്തെ എൻഗേജ്മെന്റ് കാണുകയാണെങ്കിൽ എന്തായിരിക്കും പറയാ? ഇവിടെ ചിന്തിച്ചു നോക്കി. ഇനി എൻഗേജ്മെന്റും കഴിഞ്ഞ് കല്യാണത്തിലേക്ക് എത്തിയാലുള്ള അവസ്ഥ എന്താ? കല്യാണത്തിലേക്ക് എത്തിയാലുള്ള അവസ്ഥ എന്താ? ഇല്ലയോ, മഞ്ഞക്കല്യാണം, മഞ്ഞൾ ഇല്ലേ, മഞ്ഞളുണ്ട്, മഞ്ഞളൊക്കെ തേപ്പിച്ച് എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ എടുത്തു അല്ലേ, ഇച്ചിരി കാന്താരി മുളകും കൂടെ തേക്കണം, എന്നാലാണ് സംഗതി റെഡിയോ അല്ലേ? അങ്ങനെയല്ല, എനിക്ക് തോന്നണില്ലേ അത്? ഇച്ചിരി കാന്താരി മുളക് അരച്ച് തേച്ചാൽ സംഗതി റെഡിയാവും. ഇതൊക്കെ ഇപ്പൊ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഇന്നലെ കണ്ടൊരു കല്യാണ വീഡിയോ ഉണ്ട്, നിങ്ങളൊക്കെ കണ്ടിരുന്നോ അത്? പെണ്ണിന്റെ വീട്ടിലേക്ക് ചെറുക്കന്റെ കൂട്ടുകാർ പടക്കവും കൊണ്ട് ചെല്ലാണ്, പടക്കവും കൊണ്ട് ചെല്ല. ഇപ്പൊ പെൺവീട്ടുകാർ തടഞ്ഞു. അവിടെ ഇച്ചിരി അന്തസ്സുള്ള വാപ്പ ഉണ്ടായിരുന്നു, അയാള് തടഞ്ഞു. ഇവന്മാര് സമ്മതിക്കണില്ല, ഞങ്ങള് പൊട്ടിച്ചിട്ടേ പോവുള്ളൂ എന്നാണ്. ഒന്ന് ആലോചിച്ചോക്കെ. എന്നിട്ട് അവിടെ ആ കല്യാണ വീട്ടിൽ മലക്കുകൾ ഇറങ്ങേണ്ട കല്യാണ വീട്ടിൽ അടിപിടി കൂടാ, ശണ്ട നടക്കുക, തമ്മിൽ തല്ലി നടക്കുക. നല്ലൊരു ജീവിതത്തിലേക്ക് പോണതിന് മുമ്പ് സംഭവിക്കേണ്ട കാര്യങ്ങളാണോ ഇത്? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങളുടെ അനുയായികളല്ലേ നമ്മളിങ്ങനെ ഏതെങ്കിലും കച്ചവട താല്പര്യത്തിന്റെ പേരിൽ ആരുടെയെങ്കിലും ഒക്കെ കോർപ്പറേറ്റുകളുടെ അടിമകളായി പോകേണ്ടവരാണോ നമ്മള്? അല്ലല്ലോ. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, ആളുകളെ ക്ഷണിക്കണ്ടെന്നല്ല, ആളുകളെ ക്ഷണിക്കണം, ഭക്ഷണം കൊടുക്കണം. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലീമ കൊടുത്തിരുന്നു. അവിടുത്തെ സുന്നത്താണത്. വലീമ എന്നാണ് പറയാ. വലീമ, നിക്കാഹിന് ശേഷമുള്ള ഭക്ഷണം, അത് സുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നമ്മളൊന്ന് തിരിഞ്ഞു നടക്കണ്ടേ സഹോദരങ്ങളെ? ആ മുത്തുനബിയിലേക്കൊന്ന് തിരിഞ്ഞു നടക്കണ്ടേ? അവിടുത്തെ സുന്നത്തുകളിലേക്കൊന്ന് തിരിഞ്ഞു നടക്കണ്ടേ? ആരെങ്കിലും ഇതൊക്കെ ഒന്ന് പറയണ്ടേ? ഒരാളും പറയാതിരുന്നാലുള്ള അവസ്ഥ എന്താ? പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വകാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ. ബനു ഇസ്രായേലികൾക്ക് അള്ളാന്റെ ഇത്ര വലിയ ശാപമുണ്ടാകാനുള്ള കാരണം എന്താണെന്നറിയോ? അവർക്കിടയിൽ തെമ്മാടിത്തരങ്ങൾ വ്യാപകമായപ്പോഴും ഒരുത്തനും കാമാ മിണ്ടിയിട്ടില്ല. നമുക്ക് ചിലപ്പോഴും അല്ലാതെ കുടുംബക്കാരാണ് എങ്ങനെ പറയും, നാട്ടുകാരനാണ് എങ്ങനെ പറയും, കമ്മിറ്റിക്കാരാണ് എങ്ങനെ പറയും, എങ്ങനെ പറയും. എന്നാ ഞാൻ ചോദിക്കട്ടെ, നാളെ എൻ്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ ചെന്ന് നിൽക്കേണ്ട ഒരു നിമിഷമുണ്ട്. ആ റബ്ബിനോട് ഞാൻ എങ്ങനെ കാരണം പറയും? എന്ത് കാരണം പറയും? ഇന്നുവരെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ദീൻ പറയുന്ന വിഷയത്തിൽ ഒരു സുഹൃത്ത് ബന്ധവും ഒരു കുടുംബ ബന്ധവും തടസ്സാക്കാൻ പാടില്ല. ആദ്യം ദീനിനാണ് പ്രിഫറൻസ്. തോന്നിവാസം നടക്കുന്നുണ്ടോ പറയണം. ഇനി തീരെ പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കാനുള്ള മാന്യതയെങ്കിലും കാണിക്കാൻ മുസ്ലിം ഉമ്മത്തിന് കഴിയണം. ഈ ആയത്തിറങ്ങിയപ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി സയ്യിദത്തുന സൈനബ് റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, നബിയെ, സ്വാലിഹീങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അദാബൊന്നും ഇറങ്ങൂലായിരിക്കും അല്ലേ? നബി തങ്ങൾ പറഞ്ഞു, ഓളെ, സ്വാലിഹുണ്ടെങ്കിലും ആരുണ്ടെങ്കിലും ഇങ്ങനത്തെ പേക്കൂത്തുകൾ അള്ളാനെ മറന്ന് നടക്കുന്ന ഘട്ടാണെങ്കിൽ അദാബ് ഇറങ്ങുക തന്നെ ചെയ്യും. സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ്. എത്രമേൽ ഗൗരവാണ് കാര്യം. അപ്പൊ നമ്മൾ സൂക്ഷിക്കണ്ടേ? വലാ തുസ്രിഫൂ, നിങ്ങൾ അമിത വ്യയം നടത്തരുത്. വലാ തുബദ്ദിർ, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്തീൻ. ദുർവ്യയം ചെയ്യരുത് എന്നാണ്. ദുർവ്യയം ചെയ്യരുത്. നിങ്ങളൊരു മലയോളം നല്ലതിനു വേണ്ടി ചെലവഴിച്ചാലും അത് ദുർവ്യയമല്ല. പക്ഷെ മോശമായൊരു കാര്യത്തിന് വേണ്ടി ഒരു കടുകുമണിയുടെ അത്ര കൊടുത്താൽ മതി, അത് ദുർവ്യയാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പിശാചുക്കളാണ്, പിശാചിന്റെ സഹോദരങ്ങളാണ്. ഇത്തരം പേക്കൂത്തുകൾ നിറഞ്ഞ കല്യാണം നടത്തുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പിശാചുക്കളാണ്, നിങ്ങൾ പിശാചിന്റെ അനിയന്മാരാണ്, നിങ്ങൾ പിശാചിന്റെ കുടുംബക്കാരാണെന്ന് കൃത്യമായിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരികയാണ്. പിശാചുക്കളാണെന്ന് പറഞ്ഞു, വേറെ ആരുമല്ല. ഇത് കേട്ടിട്ടെങ്കിലും അല്പം ബോധം ഉണ്ടാകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒറ്റക്കാര്യം ഞാൻ പറയട്ടെ, നമ്മള് കല്യാണമൊക്കെ നടത്തുമ്പോൾ എന്താ അവസാനം ചെയ്യണത്? പെമ്മക്കളുള്ള വാപ്പമാരുണ്ടല്ലോ, ആ കുഞ്ഞിനെ പറഞ്ഞയക്കാൻ നേരത്ത് ആ കുട്ടി ഇങ്ങനെ ഭർത്താവിനോടൊപ്പം വാഹനത്തിൽ കയറുന്ന സമയത്ത് വാപ്പാനെ കെട്ടിപ്പിടിച്ചിട്ടുള്ള ഒരു കരച്ചിലുണ്ട് അല്ലേ? അതെന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും കരയും, അതൊരു വൈകാരികമായ നിമിഷമാണ്. കരച്ചിലുണ്ടാവും. ആ കരയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ദുആ ഇല്ലേ? എന്തെങ്കിലും ദ്വാരക്ക, എൻ്റെ കുട്ടിക്ക് നല്ല ജീവിതം കൊടുക്കണേ, അല്ലാഹ് സ്വീകരിക്കൂല, അല്ലാഹ് സ്വീകരിക്കൂല. നിങ്ങൾ എത്ര പൊട്ടിക്കരഞ്ഞാലും സ്വീകരിക്കൂല. കാരണം അത് സ്വീകരിക്കപ്പെടാനുള്ള അന്തരീക്ഷം നിങ്ങൾ അവിടെ ഒരുക്കിയിട്ടില്ല. നിങ്ങൾ ഇത്രയും നേരം അള്ളാനെ കളിയാക്കിയതാണ്.
വിവാഹം എന്ന സുന്നത്തിനെ നിങ്ങൾ പരിഹസിച്ചവരാണ്. എന്നിട്ട് നിങ്ങൾ അവിടെ ദുആ മജ്ലിസ് നടത്തിയാലും, ഏത് തങ്ങളെ കൊണ്ടുവന്നാലും, ഏത് ഉസ്താദിനെ കൊണ്ടുവന്ന് ദ്വാരപ്പിച്ചാലും ആ ദുആ അല്ലാഹ് വലിച്ചെറിയും കേട്ടോ. കാരണം നിങ്ങൾ അവിടെ അള്ളാനെ കളിയാക്കുകയാണ് ചെയ്തത്. ഏത് തങ്ങളെ കൊണ്ടുവന്ന് ദ്വാരപ്പിച്ചിട്ടും കാര്യമില്ല. അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഹാദൈനി സൗജൈൻ, പടച്ചോനെ ഇവരെ രണ്ടുപേരെയും നീ ഇണക്കി ചേർക്കണേ. എതുപോലെ കമാ അല്ലഫ്ത ബൈന റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയും അവിടുത്തെ പ്രിയപ്പെട്ട പത്നിമാരും ഇണങ്ങി ജീവിച്ചതുപോലെ എൻ്റെ കുട്ടികളെയും നീ ഇണക്കണേ അല്ലാഹ് എന്നാണ്. ഈ ദുആ സ്വീകരിക്കണമെങ്കിൽ അതിന് പറ്റുന്ന ഒരു പശ്ചാത്തലം നമ്മൾ ഒരുക്കണ്ടേ അല്ലേ? അവിടെ ഇത്രയും നേരം നടന്നത് അള്ളാനെ മറന്നിട്ടുള്ള സംഗതികളല്ലേ? ഇവിടെ നിന്ന് പിന്നെ എങ്ങനെയാണ് ആ കുട്ടികൾക്ക് നല്ല ജീവിതം കിട്ടുക? എങ്ങനെയാണ് നല്ല ജീവിതം കിട്ടുക? അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ബോധം നൽകുമാറാകട്ടെ. അപ്പോ നമ്മുടെ മനസ്സിൽ ഈ സംഗതികളൊക്കെ ഉണ്ടാകണം. ഞാൻ എന്താണ് ഈ ദുആ ചെയ്യുന്നത് എന്നുള്ള ബോധ്യം നമ്മുടെ കൽബിൽ ഉണ്ടാകണം. ഒരാള് കോഴിക്കോട് ബസ്സിൽ കയറിയിട്ട് ദ്വാരക്കാണ്, പടച്ചോനെ എന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കണേ. എത്തുവോ? എന്തേ നിങ്ങൾ എത്താത്ത? എന്താ ബസ് ഏതാണ്? നിങ്ങൾ പിശാചിന്റെ ചിറകിൽ കയറി ഇരുന്നിട്ട് പടച്ചോനെ എന്റെ കുട്ടികൾക്ക് നല്ല ജീവിതം കൊടുക്കണേ എന്തുവായിരുന്നു? നിങ്ങൾ കേറേണ്ട മലക്കുകളുടെ ചിറകിൽ കയറിയില്ല. നിക്കാഹ് എന്ന് പറഞ്ഞാൽ മലക്കുകൾ വന്ന് ഇറങ്ങേണ്ട സദസ്സാണ്. അത് മുഴുവൻ പിശാചിന്റെ കേന്ദ്രാക്കിയിട്ട് പടച്ചോനെ ദ്വാ സ്വീകരിക്കണേ എന്ന് ദ്വാരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ചില ആൾക്കാർ വിളിക്കും, ഉസ്താദേ ഞങ്ങൾ പറഞ്ഞോന്നറിയില്ല, മലപ്പുറത്ത് ഒരു കല്യാണത്തിന്റെ ഇടയിൽ നിന്ന് എനിക്ക് ഇറങ്ങി പോരേണ്ടി വന്നിട്ടുണ്ട്. കാരണം എന്താ സംഭവം എന്ന് വെച്ചാല് അവിടെ നെറ്റിപ്പട്ടമൊക്കെ വെച്ചിട്ടുണ്ട്. നെറ്റിപ്പട്ടവും വേറെ കുറെ ഈ നമ്മുടെ ഉത്സവത്തിനൊക്കെ ചൂടുന്ന കൊടയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ എന്തിനാണ്? അത് ചെക്കൻ വരുമ്പോൾ അണിയിക്കാനുള്ളതാണ്. ഞാൻ ആനിനെ കൊണ്ടാണ് കെട്ടിക്കണത്. ഞാൻ പ്രസംഗിച്ചില്ല, ഞാൻ വല്ലാഹി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടുണ്ട്. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ പ്രമുഖനായ ഒരു നേതാവാണ്. അതുകൊണ്ട് ഞാൻ പേര് പറയണില്ല, നമുക്ക് ആരെയും വ്യക്തിപരമായി പറയേണ്ട കാര്യമില്ലല്ലോ. എന്നെ പലതവണ തിരിച്ചു വിളിച്ചു, ഉസ്താദേ പൈസ എത്ര ആണെങ്കിലും തരാം. ഞാൻ പറഞ്ഞു ആ പണിക്ക് നടക്കണ ആണല്ലേ, ഞാൻ അതിന് വന്നതുമല്ല. എന്നോട് പറഞ്ഞത് ഉസ്താദ് കുട്ടികൾക്ക് കുറച്ച് സൈക്കോളജിക്കലും ദീനും കൂടെ ക്ലബ് ചെയ്തിട്ട് ഉസ്താദ് ഒരു സന്ദേശം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച്. ഞാനിവിടെ എന്ത് ദീൻ പറഞ്ഞു കൊടുക്കാനാ? നാലുവിശൊക്കെ അപ്പൊ മുസ്ലിം ഉമ്മത്ത് ദീനില്ലാത്ത ആളല്ല, അവിടുത്തെ ഏറ്റവും വലിയ മഹല്ലിന്റെ പ്രസിഡന്റും കൂടെയാണ് അദ്ദേഹം. ദീൻ അറിയാത്ത ആളൊന്നുമല്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ വെറുതെ വിടൂല എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ മനസ്സിലൊരു ബോധ്യം ഉണ്ടാകണം, നമ്മൾ മുസ്ലിം ഉമ്മത്താണ്, നമ്മൾ അള്ളാന്റെ അടിമകളാണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളാകാൻ ഭാഗ്യം ലഭിച്ചവരാണ്. ഹബീബിന്റെ സുന്നത്താണ് ഈ വിവാഹം എന്ന് പറയുന്നത്. അപ്പൊ അള്ളാനെ മറക്കുന്ന തരത്തിലുള്ള ആഘോഷങ്ങളാകരുത് ഇതൊന്നും. ഈ സുന്നത്തുകൾ പാലിച്ചുകൊണ്ടേ ഞാൻ എൻ്റെ മകളുടെ നിക്കാഹ് നടത്തൂ എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് സഹോദര? എന്തുകൊണ്ടാണ്? നിങ്ങൾ ആ നശിപ്പിച്ച പൈസ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം മതിയായിരുന്നല്ലോ ആ കുഞ്ഞിന് ധാർമ്മികമായ മൂല്യം പകർന്നു കൊടുക്കാൻ, ധാർമ്മികമായ ദീനി ഇൽമു കൊടുക്കാൻ. ഇനി വേണ്ട, ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം മാറ്റി വെച്ചാൽ നമ്മുടെ മഹല്ലിൽ, പല മഹല്ലുകളിൽ എത്രയോ പാവപ്പെട്ട കല്യാണം നടക്കാത്ത എത്രയോ കുഞ്ഞുങ്ങളുണ്ട് സമ്പത്തില്ലാത്തതിന്റെ പേരിൽ. അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അതിന്റെ ബർക്കത്തുണ്ടെങ്കിലും നമ്മുടെ മക്കൾക്ക് അല്ലാഹു നല്ല ജീവിതം കൊടുക്കൂലായിരുന്നോ? ഈ കല്യാണം എന്ന നിക്കാഹ് എന്ന സുന്ദരമായ സുന്നത്തിനെ നാണം കെടുത്തി കളിയാക്കിയിട്ട് വേണമായിരുന്നോ ഈ പേക്കൂത്തുകളൊക്കെ നടത്താൻ? അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ. അള്ളാഹു ചിന്തിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ തിരിഞ്ഞു നടക്കണം, അവിടെ രക്ഷയുള്ളൂ. നമ്മൾ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളിലേക്ക് തിരിഞ്ഞു നടക്കണം, എങ്കിലേ ആ ജീവിതം നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ കേട്ടപ്പോ എനിക്ക് പേടിയുണ്ട്, പക്ഷെ എന്റെ കല്യാണം അങ്ങനെ ആയിപ്പോയല്ലോ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹ് ഏറെ പൊറുക്കുന്നവനാണ്, അള്ളാഹ് കാരുണ്യവാനാണ്. അവനോട് തൗബ ചെയ്തു, അള്ളാഹ് തൗബ അങ്ങേയറ്റം സ്വീകരിക്കുന്നവനാണ്. ഇത് തിരിച്ചറിയലാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ മഹല്ലുകൾക്കും ഇതിൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. പലപ്പോഴും നമ്മൾ പറയുന്ന വിഷയമാണ് ഇത്തരം പേക്കൂത്തുകളൊക്കെ നടക്കുമ്പോൾ ഞങ്ങളില്ല. പക്ഷെ ഇത് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ മഹല്ലുകാരും ഉസ്താദന്മാരും എല്ലാം കഴിഞ്ഞ് നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ വെടിക്കെട്ടൊക്കെ തുടങ്ങുക അല്ലേ? അതുകൊണ്ട് ഇവർക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ ഇടയിൽ തന്നെ ഒരു ബോധവൽക്കരണം ഉണ്ടാകണം, നമുക്ക് ബോധം വരണം. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മാറിയില്ലെങ്കിൽ എന്തൊക്കെ അദാബുകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ, നമുക്ക് പറയാൻ പറ്റൂല. ഏറ്റവും വലിയ അദാബ് എന്താ? സമാധാനമില്ലായ്മയാണ്. ഏറ്റവും വലിയ അദാബ് സമാധാനമില്ലായ്മയാണ്. ഇപ്പൊ ഇങ്ങനെ ഈ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പരിപാടിക്ക് ശേഷം അങ്ങ് അഴിച്ചുവിടാണ് കുട്ടികളെ. ഇങ്ങനെ കുട്ടികളെ അഴിച്ചുവിട്ടിട്ട് എന്ത് സംഭവിക്കും? എന്റെ മുമ്പിൽ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായി ഡിവോഴ്സ്, 1 കൊല്ലം 1.5 കൊല്ലം
1.25 കൊല്ലം 2 കൊല്ലം തികഞ്ഞിട്ടില്ല, ജീവിച്ച് മതിയായി, ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണം, ഞങ്ങൾ ഡിവോഴ്സിന്റെ വക്കീലാണ് എന്ന് പറഞ്ഞു വന്ന എത്രയോ കേസുകളുണ്ട്. എന്തേ കാരണം? അള്ളാഹുവിന്റെ തൃപ്തി അവിടെ ഇല്ലാതെ പോയി, അള്ളാഹിന്റെ ബർക്കത്ത് അവിടെ ഇല്ലാതെ പോയി. അള്ള തരണം ബർക്കത്ത്, പൈസ കൊണ്ട് മേടിക്കാൻ പറ്റണതല്ല. പൈസയുണ്ടെങ്കിലും പൈസ ഇല്ലെങ്കിലും തരുന്നത്, ബർക്കത്ത് തരുന്നവൻ അള്ളാഹു മാത്രമാണ്. നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ട് ഉണ്ടാകുന്ന സാധനമൊന്നുമല്ല സമാധാനം എന്ന് പറയുന്നത്. അതിന് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രീതിയിലാകണം ഈ കർമ്മങ്ങളൊക്കെ. അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.